എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFHന്റെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1814 ദിവസമാണിന്ന്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് എടുക്കുവാനായി നമ്മോടൊപ്പം അതിഥിയായി എത്തുന്ന ഡോക്ടർ റിജി റഷീദാണ്. ഡോക്ടർ റിജി റഷീദിന്റെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഇന്ന് നമുക്ക് എടുക്കുന്ന വിഷയം നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന യുവത്വം എങ്ങനെ ഹോമിയോപ്പതിയിലൂടെ നിലനിർത്താം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ വിഷയം. ഡോക്ടർ നമുക്ക് ഇതിനകം ഒത്തിരി വ്യത്യസ്തമായ ക്ലാസ്സുകളാണ് ഡോക്ടർ റിജി എടുത്തിട്ടുള്ളത്. പലപ്പോഴും എല്ലാവരും ഒന്ന് കേസ് എടുക്കാൻ ഒരു വിഷമം വിചാരിക്കുന്ന വിഷയങ്ങളിൽ പോലും ഡോക്ടർ വളരെ ഈസി ആയിട്ടും നല്ല ഭംഗിയായ രീതിയിലും ക്ലാസ് എടുക്കുന്ന ഡോക്ടർ റിജി റഷീദിനെ IFPHന് വേണ്ടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. ഗുഡ് ഈവനിങ് ഓൾ. മാഡം കേൾക്കാമോ? കേൾക്കാം, കാണാം. നമ്മള് ഈ യുവത്വം നിലനിർത്തുക എന്ന് വോളിയം പോകുമ്പോ ജസ്റ്റ് എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്താളെ. യുവത്വം നിലനിർത്തുക എന്നുള്ളത് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമുക്ക് എത്ര പ്രായം ഉണ്ടെങ്കിലും ഒരാളൊരു 10 വയസ്സ് കുറവുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഓബിയസ്ലി കേൾക്കാൻ അതിൽ താല്പര്യം കൂടുതലാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് പോകുമ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെയാണ് നമ്മളുടെ പ്രായം കൂട്ടുക എന്നുള്ളതിൽ ഒരു സെക്ടറിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അതായത് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്ട്സ്. ഓക്കെ, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമുക്ക് പ്രായം തോന്നിപ്പിക്കുന്ന ഘടകങ്ങൾ, അല്ലെങ്കിൽ ഈ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രോഡക്ട്സ് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ AEG അല്ലെങ്കിൽ AGEയുടെ ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പ്, പ്രോട്ടീൻ, മധുരം. അപ്പൊ നമ്മളെ കൊഴുപ്പ്, നമ്മളെടുക്കുന്ന പ്രോട്ടീൻ, നമ്മളെടുക്കുന്ന മധുരം, ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് AGE നമ്മുടെ ബോഡിയിലേക്ക് ഉണ്ടാവുക. അപ്പം ഇതിപ്പോ ഈ ഇൻടേക്ക് എടുത്തില്ല എങ്കിൽ പോലും ഈ ഒരു പ്രോസസ്സ് നമ്മളെ ബോഡിയിൽ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ഇപ്പൊ അമിതവണ്ണമുള്ള ആൾക്കാര്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാര്, നമുക്കറിയാം ഡയബറ്റീസ് ഉള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവർ പറഞ്ഞില്ല എങ്കിൽ പോലും മനസ്സിലാവും. അത് നമ്മൾ മെഡിക്കൽ പ്രൊഫഷനിൽ ആയതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ നോർമൽ പേഴ്സൺസും നമുക്ക് ഈ മസിൽ വേസ്റ്റിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ടായിരിക്കുമോ എന്നുള്ളൊരു ഫീല് നമുക്ക് ഓൾറെഡി ഉണ്ടാവുന്നതാണ്. അപ്പം ഇതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരുപാട് ചൂടാക്കിയ ഭക്ഷണങ്ങളുണ്ടല്ലോ. ഇപ്പം ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ഫുഡിന്റെ ആ ഒരു ട്രെൻഡിങ് ആണ്. ഇപ്പം നമ്മൾ പേഷ്യൻസ് വരുന്ന സമയത്ത് നമ്മളിവിടെ എല്ലാ പേഷ്യൻസിനും ഡയറ്റ് ആൻഡ് റെജിമെൻ കൊടുക്കാറുണ്ട്. അതിന് പ്രത്യേകിച്ച് നമ്മൾ ആർജും നമ്മൾ ഈടാക്കാറില്ല, നമ്മളത് പ്രിന്റ് ചെയ്താണ് കൊടുക്കാറുള്ളത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് അതിലൊരു മോർ ദാൻ 80% ആൾക്കാർക്കും ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. ഓക്കെ, because they don't have enough time to make all over this. അവർക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ നിങ്ങൾ വൈറ്റമിൻസോ ക്യാപ്സ്യൂൾസോ സെറപ്സോ അങ്ങനെയൊക്കെ തരുവാണെങ്കിൽ നമ്മൾ ഓക്കെയാണ്. പക്ഷെ ഞങ്ങൾക്ക് സമയമില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ എന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ചെറുപ്പമായിട്ടിരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രില്ല് ചെയ്തിട്ടുള്ള ഫുഡ്, അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഡീപ് ഫ്രൈയും ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അത് നമ്മുടെ ഈ ഒരു ഏജിങ്ങിന്റെ മാത്രമല്ല, ഒരു അപകടകരമായ ഫ്രീ റാഡിക്കൽസിന്റെ ആ ഒരു സപ്ലൈ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പൊ അത് നമ്മളെ ലിവറും അല്ലെങ്കിൽ അതുപോലെ തന്നെ കിഡ്നിയും ഒക്കെ ബാധിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാക്കുന്നതാണെന്നൊക്കെ നമുക്കറിയാം. നമ്മൾ എല്ലാ പേഷ്യൻസിന്റെ അടുത്തും ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും സ്വീറ്റ്നേഴ്സും ഒക്കെ ആഡ് ചെയ്ത സംഭവങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അത് എത്രത്തോളം അവരത് പ്രാവർത്തികമാക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം നമ്മളിപ്പം ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ വന്നിട്ട് ഐസ്ക്രീം ഒക്കെ ഇന്നെവിറ്റബിൾ ആയി മാറിക്കഴിഞ്ഞു. അല്ല, പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് ഒരു ഐസ്ക്രീം
അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരുവിധപ്പെട്ട ഏതൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാലും ഒരു മിനി ബേക്കറി അവിടെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുഡിന്റെ സെക്ഷൻ മാത്രമല്ല, ഇവിടെ വരുമ്പോഴും അത് അങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണ് അതിങ്ങനെ അതായത് എനിക്ക് എത്ര വെൽത്ത് ഉണ്ട്, ആ വെൽത്തിന്റെ ഒരു ഫ്ലോണ്ടറിങ് അല്ലെങ്കിൽ എന്റെ സ്റ്റാറ്റസ് കോ ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളത് ഈ കല്യാണ നടത്തിപ്പുകളിൽ ഇങ്ങനൊരു സെക്ഷനിലേക്ക് മാറിയിട്ടുണ്ട്. അത് ഭാവിയിൽ നമ്മുടെ ക്യാൻസർ സെന്റേഴ്സിന്റെ എണ്ണം അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സിന്റെ എണ്ണം കൂട്ടും എന്നുള്ളതല്ലാതെ മറ്റെന്തെങ്കിലും ഉപയോഗം ഉള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പൊ ഐസ്ക്രീം, അതുപോലെ തന്നെ നമ്മളിപ്പം ചില്ലി ചിക്കൻ, ചില്ലി ബീഫ് ഒക്കെ നമ്മളും കഴിക്കുന്നതാണ്. ധാരാളം ഓർഡർ ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി സോയാബീന്റെ സോസ് ആണ് കൂടുതൽ ആഡ് ചെയ്യുന്നത്. ഇത് ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഒരു പ്രായം കുറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആ പ്രായത്തിൻ്റെതായിട്ടുള്ള ചുളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ മയോണൈസ് നമുക്കറിയാം, അതില്ലാത്ത മീൻസ് കുട്ടികൾക്ക് അതില്ലാതെ പറ്റില്ല എന്നുള്ള ആ ഒരു ലെവലിലാണ് പോകുന്നത്. ട്രാൻസ് ഫാറ്റ് അങ്ങനെ തന്നെ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളത് ഈ പറഞ്ഞ പോലെ അതും ഒരു ശീലമാണ്. പേസ്ട്രി കഴിക്കുക എന്നുള്ളത്. അപ്പൊ ഈ പേസ്ട്രിയിൽ ഈ പറഞ്ഞ പോലെ മാർഗാരിൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട്. അതും നമുക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ടെൻഷന്റെ കാര്യം. നമ്മൾ സ്ട്രെസ് റിലീവിങ് അത് നമ്മളിപ്പോ ഏതൊരു ഡിസീസിനാണെങ്കിലും നമ്മൾ അത് പ്രൊവൈഡ് ചെയ്തേ മതിയാവും. അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ട് ഒരു കാര്യമുണ്ട്. പിന്നെ സ്മോക്കിംഗ് ഹാബിറ്റ്സ്, ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്തെടുക്കേണ്ട ഒരു അത്യാവശ്യകത ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നടക്കുക എന്നുള്ളത്, അത് നമ്മൾ എത്രത്തോളം അവരത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം അത് നല്ലൊരു കാര്യം ആണ്. പിന്നെ നമ്മൾ വൈറ്റമിൻസിലേക്ക് പോവുകയാണെങ്കിൽ ആക്ച്വലി വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയും പിന്നെ വൈറ്റമിൻ ഡി, ഇത് മൂന്നും നമുക്ക് വളരെയധികം ഗുണമുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ വൈറ്റമിൻ ഇ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നാച്ചുറലി നമുക്കത് അവൈലബിൾ ആക്കാനും അല്ല ക്യാപ്സ്യൂൾസ്, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് പൊതുവെ നമ്മൾ ഒരുപാട് എന്താ പറയാ ഡോക്ടേഴ്സ് അല്ലാത്ത ആൾക്കാർ പോലും റീൽസിലും അല്ലാതെ പറയാറുണ്ട്, മുടി വളരാൻ വേണ്ടി വൈറ്റമിൻ ഇ വന്നിട്ട് പൊട്ടിച്ചിട്ട് ആ എണ്ണയായിട്ട് മിക്സ് ചെയ്തെടുക്കൂ, ഈ എണ്ണയായിട്ട് മിക്സ് ചെയ്യൂ, അല്ലെങ്കിൽ അത് പ്ലെയിൻ ആയിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ അതാണ്. പക്ഷെ വൈറ്റമിൻ ഇ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഏതൊരു വൈറ്റമിൻ എടുക്കുന്നത് നമുക്കത് ബുദ്ധിമുട്ടാണ്. നമ്മളൊരു വൈറ്റമിൻ അഡ്വൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിർബന്ധമായിട്ടും അവരുടെ റുട്ടീൻ എക്സാമിനേഷൻസ് ചെക്ക് ചെയ്യുക. പിന്നെ അവർക്ക് മാൽന്യൂട്രീഷൻ ഉണ്ടോ, അവരുടെ അബ്സോർപ്ഷൻ റേറ്റ്, അല്ലെങ്കിൽ അവരുടെ വെയിറ്റ്, മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് അവരുടെ, അല്ലെങ്കിൽ അവരുടെ വർക്ക് എന്താണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, എനിക്ക് ഗ്ലട്ടൻ അലർജി ഉള്ള ആൾക്കാരുണ്ടാവാം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ആ ഡയറ്റ് നമ്മൾ സാധാരണ കൊടുക്കേണ്ടത്. ഇപ്പൊ വൈറ്റമിൻ ഇ വന്നിട്ട് എന്താ വെച്ചാൽ നമ്മളെ സ്കിന്നിന്റെ ടോണും എലാസ്റ്റിസിറ്റിയും നമുക്കത് കൂട്ടിത്തരും. നമുക്കറിയാം നമ്മുടെ ഈ മുഖത്തിന്റെ സ്കിന്നിന്റെ താഴിലേക്കുള്ള ഫാറ്റ് ഒന്ന് കുറഞ്ഞാൽ മതി. ഇപ്പം നമ്മള് ഇപ്പൊ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാര്, അമിതവണ്ണമുള്ള ആൾക്കാരൊക്കെ മെലിയാൻ വേണ്ടി ഡയറ്റ് എടുക്കാറുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ തീരുമാനിക്കുകയാണ് നമ്മളൊന്ന് വണ്ണം കുറയ്ക്കണം എന്നുള്ളൊരു സ്ട്രിക്റ്റ് ഡയറ്റിങ്ങിലേക്ക് അവർ പോവുകയാണെങ്കിൽ മുഖമായിരിക്കും അവർക്ക് ആദ്യം മെലിയ. നമ്മൾ നോക്കുമ്പോൾ കാണാൻ ഈ മുഖം വലിയുന്നതായിട്ടാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുക. ആക്ച്വലി അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് പ്രായം കൂടുതലായിട്ട് തോന്നിക്കാറുണ്ട്. അപ്പം ചുളിവുകൾ സംഭവിക്കും. ചിലർക്ക് കണ്ണിന്റെ അവിടെ, ചിലർക്ക് നെറ്റിയിൽ, അങ്ങനെ പലതരത്തിലാണ് ഈ ഏജിങ് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ഇപ്പം ഇപ്പൊ $1 trillion എക്കോണമിയാണ് നമ്മുടെ കോസ്മെറ്റോളജി ബാക്കിയുള്ള ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് അവരെ നിർബന്ധമായിട്ട് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഒരു എന്താണ് ഒരു കടമയാണ് എന്ന് വിശ്വസിക്കുന്നു. കാര്യം നമ്മളിപ്പം നമ്മളൊരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്നു, ഒരു എക്സാമ്പിൾ. ആക്ച്വലി അതൊരു ക്ലെൻസിങ് മാത്രമാണ്. നമ്മളിപ്പം നമ്മുടെ കയ്യിൽ ഒരു പാത്രം ഉണ്ട്, അത് കുറച്ച് ക്ലാവ് പിടിച്ചിരിക്കുകയാണ്. അത് നമ്മൾ നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തിളക്കം ഉണ്ടാവും. അടുത്ത പ്രാവശ്യം ക്ലാവ് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ഞാൻ ഒരു പ്രാവശ്യം ഇത്ര പ്രോഡക്റ്റ് ഇട്ട് നന്നായിട്ട് ക്ലെയിം ചെയ്തു, ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു എന്ന് വെച്ചിട്ട് അത് അങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് നിർബന്ധം ഒന്നുമില്ല. ഈ കോസ്മെറ്റിക് ഇപ്പോൾ നമുക്ക് ബോട്ടോക്സിന്റെ ഇഞ്ചക്ഷൻ കിട്ടും, ചുളിവുകൾ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ കിട്ടും. നമുക്ക് വന്നിട്ട് നിറം കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇഞ്ചക്ഷൻസ് ഉണ്ട്.
ക്യാപ്സ്യൂളും പൊടിയൊക്കെ മാറി ഇപ്പൊ IV-യിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിന്റെ കോസ്റ്റും ഈ പറഞ്ഞ പോലെ പെർ ഇഞ്ചക്ഷൻ 12,000, 14,000, 30,000 വന്നിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജിങ്കോ ബൈലോബ ഉണ്ടല്ലോ, അത് വന്നിട്ട് ഈ പറഞ്ഞ മാതിരി 1x എടുത്താലും കുഴപ്പമില്ല, പിന്നെ അതല്ല നമ്മൾ അല്ലാതെ ടിഞ്ചറായിട്ട് എടുത്താലും കുഴപ്പമില്ല. വളരെ നല്ല ആക്ഷൻ ആണ് നമുക്ക് ആക്ച്വലി ജിങ്കോ ബൈലോബ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു എന്താ പറയാ മെഡിസിന്റെ ക്വാളിറ്റി എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ബാക്കി കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ എത്ര ഡ്രോപ്സ് എന്ന് ഡിസൈഡ് ചെയ്യാൻ എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ തയോസിനാമിനം വന്നിട്ട് നമുക്ക് വളരെ അതായത് നമ്മൾ ഏതൊരു റെമഡിയേക്കാൾ കൂടുതൽ നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി തീർച്ചയായിട്ടും നമുക്ക് ആ തയോസിനാമിനം പ്രിസ്ക്രൈബ് ചെയ്യാം. കാര്യം ഇവരുടെ തയോസിനാമിനത്തിന്റെ കൂടെ നമ്മൾ ഹൈഡ്രാക്സിസ് കൂടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത്. ഹൈഡ്രാക്സിസ് ടിഞ്ചറാണ് നമുക്ക് നല്ലതായിട്ടുള്ളത്. ഇത് രണ്ടും നമ്മൾ കമ്പൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു യൂത്ത്ഫുൾ ലുക്ക് അതൊരു 3 months അവർ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു യൂത്ത്ഫുൾ ലുക്ക് എന്നുള്ളത് മാത്രമല്ല ആ സ്കിൻ ലെയേഴ്സിന്റെ കട്ടി കുറയുന്നതിനും അല്ലെങ്കിൽ ഡിസ്കളറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് അത് സഹായിക്കാറുണ്ട്. നമ്മൾ വൈറ്റമിൻ ഇ പറഞ്ഞു വരുമ്പോൾ അതിനകത്ത് നമ്മൾ വേറെ ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളെ ശരീരത്തിലെ സെക്സ് ഹോർമോൺസ് കുറയുമ്പോൾ നമ്മൾ അതായത് സ്കിന്നിന്റെയോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ടെക്സ്ചറിന്റെയോ കാര്യം മാത്രമല്ല, ചെറുപ്പം വളർത്തുക എന്ന് പറയുന്നത് ഈ ഒരു അതായത് സെക്ഷൽ ആക്ടിവിറ്റീസും ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരും. പിന്നെ അതിൽ സെക്സ് ഹോർമോൺസിന്റെ ആ ഒരു പ്രൊഡക്ഷൻ റിലീസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ അത് എത്രത്തോളം നമ്മളത് യൂസ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് അതും ഒരു ഘടകമാണ്. അപ്പം ഈ വൈറ്റമിൻ ഇയിൽ ഡിഫറൻസ് വരുന്ന ആൾക്കാരിൽ ക്രമേണയായിട്ട് ആ സെക്സ് ഹോർമോൺസും കുറഞ്ഞു വരാറുണ്ട്. അപ്പം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് പൊതുവെ ഞാൻ കൂടുതലായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മുടി കൊഴിച്ചിലിന് വരുന്ന ആൾക്കാർക്കോ കഷന്റെ ആയിട്ട് വരുന്ന ആൾക്കാർക്കോ അല്ല, സെക്ഷൽ കംപ്ലൈൻസ് ആയിട്ട് വരുന്ന ആൾക്കാർക്കും ഇൻഫെർട്ടിലിറ്റി കേസസിലാണ് സാധാരണയായിട്ട് അത് മെയിലിനാണെങ്കിലും ഫീമെയിലിനാണെങ്കിലും ഒരു റുട്ടീൻലി റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ നമുക്കറിയാം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതിൽ ഗ്രീൻ ലീഫി ആയിട്ടുള്ള എന്ത് ഗ്രീൻ ലീഫി ആണെങ്കിലും നമുക്ക് അത് ധൈര്യമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാം, മീൻസ് അവരോട് കഴിക്കാൻ പറയാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഡയറ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്രത്തോളം അവർ കഴിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് ഒരു പാത്രം ചോറ് വേണം. ആ ചോറിലേക്ക് ഈ പറഞ്ഞ മാതിരി അതായത് ആ ചോറും കഴിക്കാൻ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം കറികൾ എടുക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. അതും ഈ ഓരോ കറികളും പലതരം മസാലകൾ വെച്ചിട്ട് അല്ലെങ്കിൽ അതിലിനി എന്തൊക്കെ എണ്ണ ഒഴിച്ച് എങ്ങനെയൊക്കെ അത് കുറച്ചും കൂടെ നല്ലതാക്കാം, അതായത് വെറൈറ്റീസ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും വെറൈറ്റീസിലാണ് നമ്മുടെ അമ്മമാരും അല്ലെങ്കിൽ നമ്മളും ഇത് ഡൈനിങ് ടേബിളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ തന്നെ അതിന്റെ പകുതി മുക്കാലും നഷ്ടപ്പെട്ടു, ആ പോഷകങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെയല്ല, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ചീര കഴിക്കാൻ ഒരു പേഷ്യന്റ് അടുത്ത് പറയുകയാണ്. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കേണ്ടത് നിങ്ങൾ എത്ര ചീര എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം 1 സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണോ എന്നുള്ളതല്ല, നമ്മൾ അവരോട് അതായത് കുക്ക് ചെയ്ത് വരുന്നത് നമ്മൾ ഒരു കൈപ്പിടി അല്ലെങ്കിൽ ഒരു കൈപ്പിടിയിലകം അങ്ങനെ നമുക്ക് പറയുമ്പോൾ അതിന്റെ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യം അല്ലെങ്കിൽ അതുപോലെ ഒരു വലിയ സ്പൂണിൽ 1 2 തവണ എന്ന് പറഞ്ഞ് നമ്മളൊരു പ്ലേറ്റ് നമ്മളിപ്പോ ഇതിനകത്ത് ഇത് നമ്മളൊരു ഫുഡ് പ്ലേറ്റ് ആണെന്ന് വെക്കണം. ഇത് നമ്മളൊരു ഫുഡ് പ്ലേറ്റ് ആണെങ്കിൽ ഇതിന്റെ ഹാഫ് മാത്രമാണ് നമ്മൾ റൈസ് അഡ്വൈസ് ചെയ്യുക. അതിന്റെ മേൽഭാഗത്തിന്റെ ഹാഫ് ക്വാർട്ടർ വന്നിട്ട് ഒരു സർക്കിളിന്റെ മേൽഭാഗത്ത് ഒരു ക്വാർട്ടർ വന്നിട്ട് നിർബന്ധമായിട്ട് ഗ്രീൻ ലീഫി ആയിരിക്കണം. അടുത്ത ക്വാർട്ടറിൽ വന്നിട്ട് അല്ലാണ്ടുള്ള വെജിറ്റബിൾസ് പ്ലസ് മീനോ മുട്ടയോ ഇറച്ചിയോ എന്താന്ന് വെച്ചാൽ അത് ഒരു കഷ്ണമുണ്ട്, മിനിമം ഒരു കഷ്ണമെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് നിർബന്ധമാണ്. ഇത് നമ്മൾ ഏത് എക്കണോമിക് സ്റ്റാറ്റസിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് അതിന് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്ത് അസുഖമുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് കോമൺ ആയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ് വാൽനട്ടും ബദാം. ഇപ്പൊ വാൽനട്ട് കഴിക്കാന്ന് വെച്ചാൽ കുറച്ച് കോസ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇപ്പം 100 ഗ്രാം വാങ്ങാനേ പറ്റും, ഒരാൾക്ക് 100 ഗ്രാം വാങ്ങാനേ പറ്റൂ. ആ 100 ഗ്രാം നമുക്ക് അവർക്ക് പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത്
ഒന്നും കഴിക്കാതിരിക്കുന്നേക്കാൾ എത്രയോ നല്ലതാണ് കുറച്ചൊക്കെ. അതുപോലെ സീഡ്സ് വന്നിട്ട് സൺഫ്ലവർ സീഡ്സ് ഉണ്ട്, മത്തൻകുരു ഉണ്ട്, നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് സീഡ്സും ഇപ്പൊ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഡ്രൈ ഫ്രൂട്ട്സിനെക്കാളും കോസ്റ്റ് കുറച്ചും കൂടെ കുറവും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് സീഡ്സ് കിട്ടാറുണ്ട്. പിന്നെ നമുക്കറിയാം ബ്രൗൺ റൈസിന്റെ കാര്യം അറിയാം, തവിടരി നമുക്കറിയാം. അത് നമ്മൾ പക്ഷെ അതിനകത്ത് നമ്മൾ ദോശ, ഇഡ്ഡലി അല്ലെങ്കിൽ ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു കളർ ഡിഫറൻസ് ഉണ്ട്. ആ കളർ ഡിഫറൻസ് ടേസ്റ്റിലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ആ ടേസ്റ്റ് ഡിഫറൻസിൽ കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് പ്രദാനം ചെയ്യുന്നത് നല്ല ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്ത് ആണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പൊ അത് നമ്മളെ ഹെൽത്തിന് വളരെ നല്ലതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് കോസ്മെറ്റിക്, അത് ഹെയർ ആയിക്കോട്ടെ, സ്കിൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ വരുന്ന പേഷ്യൻസിന് നമ്മൾ നിർബന്ധമായിട്ട് അഡ്വൈസ് ചെയ്യേണ്ടത് അവക്കാഡോ ഫ്രൂട്ട് ആണ്. ആ അവക്കാഡോ ഫ്രൂട്ട് വന്നിട്ട് ഒരാഴ്ചയിൽ 2 എണ്ണം, കുറച്ചും കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പേഷ്യന്റ് ആണെങ്കിൽ ഒരാഴ്ചയിൽ 3 എണ്ണം. നമ്മുടെ മെഡിസിൻ, ഒരു പക്ഷേ മെഡിസിനേക്കാൾ സൂപ്പർ എന്നുള്ളതല്ല, മെഡിസിനൊപ്പം വർക്ക് ചെയ്യുന്ന അത്രയും ആക്ഷൻ ഉള്ള ഒരു ഫ്രൂട്ട് ആണത്. അത് നമ്മൾ അവരോട് എടുക്കാൻ പറയുക എന്നുള്ളതല്ല അവിടുത്തെ കാര്യം. നമ്മൾ എല്ലാ വീക്കിലും അവർ എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അഡ്വൈസ് നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. ആ കൊടുക്കുന്ന അഡ്വൈസ് അവർ ഫ്രൂട്ട്ഫുൾ ആയിട്ട് എടുത്തില്ല എങ്കിൽ നമ്മളുടെ ടൈം വേസ്റ്റ് ആണ്, അതുപോലെ തന്നെ അവരുടെയും ടൈം വേസ്റ്റ് ആണ്. അപ്പൊ അത് നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെയുള്ളത് വൈറ്റമിൻ എയുടെ കാര്യം നമുക്കറിയാം. നമ്മളെ സ്കിന്നിനും കാഴ്ചയ്ക്കും ഒക്കെ വൈറ്റമിൻ എ നല്ലതാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അത് അവിടെ അതുകൊണ്ടല്ല, നമ്മളെ ബോഡിയിൽ കൊളാജൻ സപ്ലൈ ആവശ്യമാണ്. അപ്പൊ ഈ കൊളാജൻ വന്നിട്ട് നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രൊഡക്ഷനും വൈറ്റമിൻ എ മാൻഡേറ്ററി ആണ്. അപ്പം നമ്മളെ ചർമ്മം വന്നിട്ട് തൂങ്ങിപ്പോവാതെ, കരിവാളിപ്പില്ലാതെ, പിന്നെ സൺബേൺ ഇല്ലാതെ, ടാനിങ് ഇല്ലാതെ, ഇങ്ങനെയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ആക്ച്വലി വൈറ്റമിൻ എ തന്നെ ധാരാളമാണ്. ആ വൈറ്റമിൻ എ സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങളോ കഴിക്കാതെയാണ് നമ്മൾ ഈ പറഞ്ഞ പാർലറിന്റെ മേൽ പാർലറും അല്ലെങ്കിൽ കോസ്മെറ്റോളജി സെന്റേഴ്സിന്റെ പുറകെ നമ്മൾ ഓടുന്നത്. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും ഇത് എന്തിന് കഴിക്കുന്നു, എന്തുകൊണ്ട് കഴിക്കുന്നു, എങ്ങനെ കഴിക്കണം, ഈ 3 കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പൊ നമ്മൾ വന്നിട്ട് ഇപ്പം വൈറ്റമിൻ എ ക്യാരറ്റിൽ കിട്ടും, ഇലക്കറിയിൽ കിട്ടും, മുരിങ്ങയിലയിൽ കിട്ടും, അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ റെറ്റിനോളിന്റെ ഒരു പ്രിക്കോസർ ഫോം ഉണ്ട്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സിൽ നമുക്ക് കിട്ടും. ഇതൊക്കെ നമുക്കറിയാം, നമ്മൾ സ്കൂൾ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആപ്പിള്, ക്യാപ്സിക്കം, ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടറ്റോ, ഇതിനൊക്കെ നമുക്ക് കിട്ടും. ഇപ്പൊ നോൺ വെജ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ മുട്ടയിൽ നിന്ന് ഇറച്ചിന്നൊക്കെ കിട്ടുമ്പോൾ അവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, നമ്മൾ കരളൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കും, പലതരത്തിലുള്ള കറികൾ ഉണ്ടാക്കാറുണ്ടല്ലോ. നമ്മൾ ഇറച്ചി അല്ലാതെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ വൈറ്റമിൻ എ സപ്ലിമെന്റ്സ് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കിട്ടുക നമുക്ക് വന്നിട്ട് ഈ കരള് അതിലാണ് നമുക്ക് കിട്ടുക. പക്ഷെ അത് കോഴിയുടേതെന്നുള്ളതല്ല, അത് ഗ്രാസ് ഫീഡ് ആയിട്ടുള്ള നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വാങ്ങുന്ന ആ മീറ്റിൽ നിന്നും കിട്ടുന്നത് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അതിപ്പം ആടിന്റെ ആണെങ്കിലും മാടിൻ്റെതാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. പിന്നെ നോൺ വെജുകാർക്ക് പിന്നെ കൊളാജൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൊളാജൻ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഇപ്പം നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബോൺസ്, നമ്മുടെ നെർവ്സ്, മസിൽസ്, ടെൻഡൻസ് ഇതിനൊക്കെ യൂസ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് കൊളസ്ട്രോൾ അങ്ങനെ ഇല്ല, ഒരുവിധ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഒരു മട്ടൺ സൂപ്പ് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 15 ദിവസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലോ നമുക്ക് കഴിക്കാൻ അഡ്വൈസ് ചെയ്യാവുന്നതാണ്. അത് ഇവർക്ക് മാത്രമല്ല, ഇപ്പൊ സ്ഥിരമായിട്ട് മുട്ടുവേദന, സ്ഥിരമായിട്ട് കാലുവരിപ്പ്, ബുദ്ധിമുട്ട്, മരവിപ്പ്, ഒരു ഉന്മേഷം ഇല്ലാതിരിക്കുക, ആരോഗ്യം ഇല്ലാതിരിക്കുക, നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അതിങ്ങനെ എപ്പോഴും കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ വരുന്ന കേസസിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് വന്നിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ മെഡിസിൻസ്, അശ്വഗന്ധ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പം ക്ഷീണമായിട്ട് വരുന്ന, അത് എന്ത് തരത്തിലുള്ള ക്ഷീണമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് അവൈന സെറ്റയും അശ്വഗന്ധയും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടിനും ഈ പറഞ്ഞ മാതിരി ഒരു നല്ല ആക്ഷൻ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ചില കേസസിൽ നമുക്ക് ഡാമിയാന് ഈ പറഞ്ഞ മാതിരി ഒരു 3 ഡ്രോപ്സ് ഒക്കെ കൊടുത്താൽ മതിയാവും. നമ്മൾ ഒരുപാട് കൊടുക്കേണ്ട കാര്യമില്ല. എപ്പോഴും ക്ഷീണമൊക്കെ പറയുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ IT-ലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇവർക്ക് വന്നിട്ട് നമുക്കൊരു ഓവറോൾ ആയിട്ട് അവരുടെ ഒരു മെയിൻ്റനൻസിന് വേണ്ടി നമുക്ക് ഒരു വാട്ടർ ബോട്ടിൽ അവർ എടുക്കുന്ന ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ, ആ വാട്ടർ ബോട്ടിലേക്ക് ഒരു 3 ഡ്രോപ്സ് ഈച്ച് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ടിഞ്ചേഴ്സ് ഒക്കെ അതിൽ കൊടുക്കാവുന്നതാണ്. അത് എന്നിട്ട് അവരുടെ
ദാഹം അനുസരിച്ച് കുടിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. പിന്നെന്തെന്ന് പറഞ്ഞാല് നമ്മൾ ശരിക്കും പറഞ്ഞാല് നമുക്കൊരു പേഷ്യന്റിനെ കിട്ടുവാണ് അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് നമുക്ക് ശരിക്കും ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ എടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില പേഷ്യൻസ് തന്നെ നമ്മൾക്ക് ചോദിക്കാം, നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യാത്തത്, സ്വാഭാവികമായിട്ട് അങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ, അത് നമ്മളുടെ ഇഷ്ടം, അത് നമ്മൾ ഓരോ പേഷ്യൻസിന്റെ അടുത്തും അത് കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യണം. കാര്യം ഒരാൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അയാളുടെ ഇഷ്ടമാണ്. ഇപ്പം നമുക്ക് നന്നായി ഒരുങ്ങി നടക്കണം എന്നുള്ളത് എനിക്ക് ഇപ്പം ആസ് എ പേഴ്സൺ, ആസ് ആൻ ഇൻഡിവിജ്വൽ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഐ ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, നോബഡി ഹാസ് ദ റൈറ്റ് ടു കമ്പൽ. ഇപ്പൊ ഭർത്താവിനും അല്ലെങ്കിൽ അമ്മായിയമ്മ, നാത്തൂന്മാര്, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, കൊളീഗ്സ്, അങ്ങനെ ബോഡി ഷെയ്മിങ്ങും മറ്റു കാര്യങ്ങളും അങ്ങനെയൊന്നുമല്ല. ആക്ച്വലി നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ അതാണ് അതിന്റെ ഉത്തരം. എനിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടിരിക്കാം. എനിക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റൂ. അതാണ് അതിന്റെ ഒരു ഡിഫറൻസ്, അതാണ് അതിനുള്ള ഉത്തരവ്. അപ്പൊ നമ്മൾ വന്നിട്ട് ഇപ്പൊ ചെറുപ്പം നിലനിർത്താൻ ഉള്ള ഒരു രീതിയിൽ നമ്മളൊന്നും മെനക്കെട്ടാൽ, അത് ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, നമ്മളൊന്നും മെനക്കെട്ടാൽ തീർച്ചയായിട്ടും ഞാൻ പണ്ട് എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ജാസ്മിൻ മാഡം ഉണ്ടായിരുന്നു. മാഡം ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട്, ഇന്ന് മുതൽ നിങ്ങൾ ഇന്നലെ വരെയുള്ള കാര്യം പോട്ടെ, ഇന്ന് മുതൽ നിങ്ങൾ മെനക്കെട്ടോ നിങ്ങൾക്ക് ഡോക്ടർ ആവാം എന്ന് മാഡം പറയാറുണ്ട്. ആ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുകയാണ്, ഇന്ന് മുതൽ നമ്മൾ മെനക്കെട്ടാൽ ഒരു 3 to 6 months കൊണ്ട് വിത്ത് മെഡിക്കേഷൻ ഓർ വിത്തൗട്ട് മെഡിക്കേഷൻ നമ്മൾ ആ യൂത്ത്ഫുൾ ലുക്ക് നമുക്ക് ഉറപ്പായിട്ടും തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ കുക്ക് ചെയ്യുന്ന എല്ലാ ഫുഡിലും അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാലഡ്സ്, ബാക്കി കാര്യങ്ങളിലൊക്കെ ഈ ഉരുക്കെണ്ണ ഉണ്ടല്ലോ, വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയില്ല, ഈ ഉരുക്കെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന്. നമ്മൾ ഒലിവ് ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ, അത് നല്ല പ്യൂറസ്റ്റ് ഫോമിൽ നമുക്ക് കിട്ടുമ്പോൾ അതെടുക്കാം. ഉരുക്കെണ്ണ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ പ്യൂറസ്റ്റ് ആയിട്ട് നമ്മൾ എന്തെടുത്താലും അതിന്റെ പ്യൂറസ്റ്റ് ഫോമിൽ തന്നെ എടുക്കുക. അപ്പൊ അത് വന്നിട്ട് നമ്മളെല്ലാം ഉണ്ടാക്കി എല്ലാം ഇതാക്കിയതിന് ശേഷം ജസ്റ്റ് ഒരു സ്പൂൺ അതിന്റെ മേലെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ പ്രൊലോങ്ഡ് യൂസിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ വന്നിട്ട് നമ്മൾ കൊളസ്ട്രോളിന് മരുന്ന് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് പോകാൻ പാടില്ല കേട്ടോ. നമ്മളിപ്പം ട്രൈഗ്ലിസറൈഡിനും LDL ഒക്കെ മരുന്ന് കൊടുക്കുമ്പോൾ HDL കുറഞ്ഞു പോവാം. ഞാൻ 1-2 കോർണർ മീറ്റിംഗ്സ് കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് എനർജി കുറവുണ്ട്, അത് ക്ഷമിക്കുക. എന്റെ ഓളിയത്തിലും ഈ പറഞ്ഞ പോലെ ഡിഫറൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്കിന്ന് 2 കോഴ്സിലെ ക്ലാസ്സും 2 കോർണർ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ അതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് ക്ഷമിക്കാം. അപ്പൊ ഇതിനകത്ത് വന്നിട്ട് നമ്മൾ ഹെൽത്തി ഫാറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ പറഞ്ഞത്, നമ്മൾ ഇതിന്റെ വാൽനട്ടിന്റെ കാര്യം പറഞ്ഞു, ബദാമിന്റെ കാര്യം പറഞ്ഞു. ഇത് എല്ലാ സ്ഥലത്തും ആപ്ലിക്കബിൾ ആണ്. ഈ 2 സാധനവും എല്ലാ സ്ഥലത്തും ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ കടൽ മത്സ്യങ്ങൾ നമുക്ക് കഴിക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ചൂര, ചാള, അയല, മത്തി, ഇങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഇത് ചൂര വന്നിട്ട് ഹോർമോണൽ ഇംബാലൻസസ് ഉള്ള കേസസിൽ ആ ചൂരമീൻ ഒന്ന് ഒഴിവാക്കാൻ പറയുന്നത് നമുക്ക് എപ്പോഴും നല്ലതായിരിക്കും. അല്ലാത്ത അവസരങ്ങളിൽ നമുക്കത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു നാച്ചുറൽ ലുക്ക് ആ ഒരു തിരിച്ചെടുക്കുക എന്നുള്ളത്, അത് ആക്ച്വലി അത് നമ്മുടെ ഡയറ്റിലൂടെയും അത് ഡിസീസ് കണ്ടീഷൻ അല്ല, അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതൊരിക്കലും ഒരു ഡിസീസ് കണ്ടീഷൻ അല്ല. ഇനി ഈ യൂത്ത്ഫുൾ ലുക്കുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസീസ് കണ്ടീഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പൊ കൊളാസ്മ, മെലാസ്മ, അല്ലെങ്കിൽ ടാൻഡ് സ്കിൻ, ഇതൊക്കെ നമുക്ക് അതങ്ങനെ എടുക്കാൻ പറ്റും. ഡാർക്ക് സർക്കിൾസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ ഇത് ഷേപ്പ് ഡിഫറൻസ് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ കിലോയിഡ്സ് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ വന്നിട്ട് എന്തെങ്കിലും മറുകോ പാടോ, പിന്നെ പാലുണ്ണി, കരിമ്പാറ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിൽ ഏത് കാര്യമാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും നമ്മളത് കൃത്യമായിട്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇത്ര ടൈം ഡ്യൂറേഷൻ ഉണ്ട്. ഇപ്പം എനിക്ക് ലാസ്റ്റ് അല്ല, ഒരു 2-3 മാസം മുമ്പ് എനിക്ക് ഒരു കീലോയ്ഡ് കേസ് കിട്ടിയിരുന്നു. അപ്പൊ ആ കീലോയ്ഡ് കേസിന് ഞാൻ ഗ്രാഫൈറ്റിസ് എണ്ണം ഒരു ഡോസാണ് അന്ന് കൊടുത്തിരുന്നത്. ഒരൊറ്റ ഡോസ് മാത്രമേ കൊടുത്തോളൂ, ബാക്കി PL ആണ് പൊക്കോണ്ടിരുന്നത്. പിന്നെ ആ പേഷ്യന്റിനെ ഞാൻ കണ്ടില്ല, കുറച്ചു കാലം കണ്ടില്ല, ഒരു 2-3 മാസം കണ്ടില്ലായിരിക്കും. ലാസ്റ്റ് വീക്കിൽ ആ കൊച്ചു തിരിച്ചു വന്നു. ആ കൊച്ചു തിരിച്ചു വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്താണ് അത് ഉണ്ടായിരുന്നത്.
ആ ഒറ്റ ഡോസാണ് കൊടുത്തത്. ഇത്ര മാസം കഴിഞ്ഞു. അപ്പം പേഷ്യന്റിന്റെ ഭാഷയിൽ പേഷ്യന്റ് നരേറ്റ് ചെയ്തത് ഇങ്ങനെയാണ്: ഡോക്ടറെ, പിള്ളേർക്കൊന്നും സുഖമില്ലായിരുന്നു, വീട്ടിൽ കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പൊ എനിക്ക് ഒരാഴ്ച മരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ, ബാക്കി മെഡിസിൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും എനിക്കിപ്പോ വേദനയില്ല, അത് നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്, സൈസ് കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പേഷ്യന്റ് വന്നത്. പേഷ്യന്റ് വളരെ സാറ്റിസ്ഫൈഡും ആയിരുന്നു. അപ്പൊ ഞാന് ഗ്രാഫൈറ്റിസ് എണ്ണം ആയതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തില്ല. ഞാൻ വീണ്ടും ഞാൻ PL കൊടുത്തിട്ട് പറഞ്ഞു, നമ്മൾ ആദ്യം മരുന്ന് കഴിച്ച ആ ദിവസം വെച്ചിട്ട് 3 മാസം കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ അടുത്ത ദിവസം നിങ്ങൾ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പേഷ്യന്റിനെ വിട്ടത്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്ക് പറ്റില്ല, ഇവർക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഹോമിയോപ്പതിയിൽ മരുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് കാലം എടുക്കും, അല്ലെങ്കിൽ ഈ കേസ് നമ്മൾ എടുക്കൂല, അങ്ങനെ ഇല്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് എനിക്ക് ഈ ക്ലിനിക്കിൽ ഈ സമയത്ത് ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയാൻ ഒരിക്കലും സാധിക്കില്ല. കാര്യം തുടക്കത്തിൽ എനിക്ക് കിട്ടിയ കേസസിൽ ഒരു ജൂനിയർ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടാൻ ആ രീതിയിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ്. എനിക്ക് കിട്ടിയ കേസസ് ഒക്കെ കുറച്ച് നോട്ടബിൾ ആയിട്ടുള്ള കേസസ് ആയിരുന്നു. പക്ഷെ കിട്ടുന്നത് 1 2 അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പോലും ആ കേസസ് ഏറ്റെടുക്കാൻ എനിക്ക് ഉണ്ടായ ആ ഒരു ധൈര്യം, അല്ലെങ്കിൽ അന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നു. ഇപ്പോഴും നമുക്ക് ഇത്തരം കേസ് കിട്ടുമ്പോൾ പല കേസസിലും വരുമ്പോൾ നമ്മളത് ഇവിടെ ഇല്ല ട്രീറ്റ്മെന്റ്, ഇപ്പൊ ലൂക്കോഡെർമ അല്ലെങ്കിൽ എന്ത് കേസ് ആയിക്കോട്ടെ, അത് നമുക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറയാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ മരുന്നുണ്ട്, പക്ഷെ കുറെ കാലം കഴിക്കണം എന്നാലേ മാറുള്ളൂ എന്ന് നമ്മൾ പറയുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് മരുന്ന് തരാം, 1 മാസം കഴിഞ്ഞ് നിങ്ങൾ നോക്കും, എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം ഇത് എത്ര ഡ്യൂറേഷൻ എടുക്കും എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുന്നത് എത്രയോ നല്ലതാണ്. അപ്പം ഈ കേസിലും അത് അങ്ങനെ തന്നെ ആണ്. പിന്നെ നമ്മൾ വന്നിട്ട് നമുക്ക് ആന്റി ഏജിങ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ഇതിലൊക്കെ നമ്മളെ ഹോമിയോ മെഡിസിൻ ഉണ്ട്. ഞാൻ നേരത്തെ ജിങ്കോ ബൈലോബയുടെ കാര്യം പറഞ്ഞു. ഈ ജിങ്കോ ബൈലോബ മാത്രമല്ല, നമുക്ക് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. നമ്മളത് ഓരോന്നായിട്ട് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മുക്കുറ്റി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ് മുക്കുറ്റി. അപ്പൊ ഈ മുക്കുറ്റി വന്നിട്ട് എനിക്ക് മുക്കുറ്റിയുടെ നമ്മൾ ടിങ്കറായിട്ട് യൂസ് ചെയ്തിട്ടില്ല. അല്ലാതെ മുക്കുറ്റി ആക്ച്വലി ഹോമിയോ മെഡിസിൻ അതിൽ നിന്നുണ്ട്, പക്ഷെ അതെനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ പറയുന്നത് മുക്കുറ്റി നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്ത് അതിന്റെ വേര് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ഭാഗം നമ്മൾ ഒരാഴ്ചയിൽ 2 ദിവസം 1 2 മുക്കുറ്റിയിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് അത് നമ്മൾ എടുക്കുന്ന വെള്ളത്തിന്റെ ഒരു പകുതി ക്വാണ്ടിറ്റിയിലേക്ക് ആക്കുക. എന്നിട്ട് അത് അതിലേക്ക് ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ മാതിരി ജിങ്കോ ബൈലോബയോ അല്ലെങ്കിൽ അവേന സെറ്റോയോ അതോ അല്ലെങ്കിൽ അശ്വഗന്ധയോ ഇതിലേതെങ്കിലും ഒരെണ്ണം ഒരു 3 തുള്ളി വെച്ച്, ഡിപ്പെൻസ് ഓൺ ആ വരുന്ന കേസിനനുസരിച്ച് ഒരു 3 തുള്ളി വീതം ഞാൻ അതിലേക്ക് ഒഴിക്കാൻ പറയാറുണ്ട്. എന്നിട്ട് അവരോട് എടുക്കാൻ പറയാറുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ വന്നിട്ട് എന്താന്ന് വെച്ചാൽ, ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അമിതമായി വെള്ളം കുടിക്കുന്നതും വെള്ളം കുടിക്കാതിരിക്കുന്നതും ആക്ച്വലി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു 3 ലിറ്റർ വെള്ളം എന്തായാലും നമ്മൾ അവരോട് കുടിക്കാൻ പറയാം. പിന്നെ ചായയും തേയിലയൊക്കെ, ഇപ്പൊ ഹോമിയോ മെഡിസിൻ എടുക്കാൻ വരുന്ന ഒരാൾക്കറിയാം കോഫി കുടിക്കുന്നത് ബുദ്ധിമുട്ടായി പോകും എന്നുള്ളത് അറിയാം. അപ്പൊ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷെ വന്നിട്ട് ചായയുടെയും തേയിലയുടെയും കാര്യം നമ്മൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഗ്രീൻ ടീ നമുക്ക് അഡ്വൈസ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും നല്ല ബ്രാൻഡിന്റെ ഗ്രീൻ ടീ വന്നിട്ട് നമുക്ക് എടുക്കാൻ പറയാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഈ പ്രോസസ്ഡ് ഫുഡ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരുടെ ഒരു ഹെൽത്തി ഡയറ്റിന്റെ കൂടെ തന്നെ ഉറക്കം നല്ലതാക്കാൻ വേണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. ഒരു 30 മിനിറ്റ്സ് എങ്കിലും നമ്മൾ വന്നിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറയുന്നത് വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ടോണേഴ്സും ബാക്കി കാര്യങ്ങളും അങ്ങനെ ഒന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കലണ്ടുല വന്നിട്ട് നമ്മളെ കലണ്ടുല ടിഞ്ചർ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോട്ടൺ പാഡ് എടുക്കാൻ പറയാം. ആ കോട്ടൺ പാഡിൽ വന്നിട്ട് ഒരു 3 ഡ്രോപ്സ് ഒരു 4 ഡ്രോപ്സ് കലണ്ടുല ടിഞ്ചർ ആഡ് ചെയ്യാൻ പറയാം. ഈ കലണ്ടുല ടിഞ്ചർ ആഡ് ചെയ്യുന്ന ഇതിലേക്ക് വന്നിട്ട് അതിന്റെ 3 ഇരട്ടി വെള്ളം, ഇപ്പൊ നമ്മൾ 3 തുള്ളി കലണ്ടുല എടുക്കുന്നുണ്ടെങ്കിൽ 9 തുള്ളി വെള്ളം ഇത് വെച്ചിട്ട് ഈ വൈറ്റ് ചെയ്യാൻ അവരോട് വൈറ്റ് ചെയ്യാൻ പറയാം. ഇതിങ്ങനെ അതായത് ഒരു 3 4 തവണ വൈറ്റ് ചെയ്തതിനു ശേഷം നമ്മളെ സ്കിൻ വന്നിട്ട് നല്ല ഡ്രൈ വീണ്ടും ഉണങ്ങി വന്നതിന് ശേഷം അത് കഴിയുമ്പോൾ ബെറി സക്കിസോളയും ഈ പറഞ്ഞ മാതിരി തന്നെ ഒരു കോട്ടൺ പാഡിൽ അത് വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 3 to 5 ഡ്രോപ്സ് അതിൽ ആഡ് ചെയ്യാം.
അത് 1:1 റേഷ്യോയിലാണ്. കലണ്ടുല വന്നിട്ട് 1:3 റേഷ്യോയിലും ബെറിബെറി സക്സിഫോളിയം വന്നിട്ട് 1:1 റേഷ്യോയിലും ആഡ് ചെയ്ത് അത് ബെറിബെറി സക്സിഫോളിയം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കുറച്ച് സമയം ഇട്ടേക്കാവുന്നതാണ്. ഇനി ആപ്ലിക്കേഷൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 30 ml ഡ്രോപ്പർ ബോട്ടിൽ വാങ്ങാൻ പറയാം. ഈ 30 ml ഡ്രോപ്പർ ബോട്ടിൽ വന്നിട്ട് ആ ഡ്രോപ്പർ ബോട്ടിലിന്റെ കാൽ ഭാഗം വന്നിട്ട് നമ്മൾ ബെറിബെറി സക്സിഫോളിയം എടുക്കുക. ആ ബെറിബെറി സക്സിഫോളിയത്തിലേക്ക് ബാക്കി സ്ഥലത്ത് നമുക്ക് റോസ് വാട്ടർ മിക്സ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള, അവർക്ക് അലർജി ഇല്ലാത്ത ഏതെങ്കിലും ആരോമാറ്റിക് ഓയിൽസ് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും ഈ പറഞ്ഞ മാതിരി ഒരു പ്രൊലോങ്ഡ് യൂസ്. ഇപ്പം നമ്മുടെ ഒരു പേഷ്യന്റിന് 3 മാസം 6 മാസം കഴിഞ്ഞിട്ട് കല്യാണം ഉണ്ടെന്ന് വെക്കുക. അപ്പൊ ഈ കല്യാണമുള്ള കുട്ടി ഉറപ്പായിട്ടും ഫേഷ്യലിനോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ പോകുമായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ പോകണമെന്ന് അഡ്വൈസ് ചെയ്താലും പോകണ്ടെന്ന് അഡ്വൈസ് ചെയ്താലും എന്തായാലും അവർ പോകും. അപ്പൊ ആ പോകുമ്പോഴും നമ്മൾ ഈ ബെറിബെറി സക്സിഫോളിയം നമ്മൾ അവർക്ക് കൊടുത്തേക്കണം. എന്നിട്ട് അവരോട് പറയാം, നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഫേഷ്യലിന് പോകുന്നത് ആ ഫേഷ്യലിന് പോകുന്ന ടൈമിൽ നിങ്ങൾ ഇതും കൂടെ ഒന്ന് മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് തരാൻ പറയണം എന്ന് പറയാം. ഒരു 3 മാസമൊന്നും വേണ്ട, ഒരു 5 വിസിറ്റിൽ അവർ കൃത്യമായിട്ടും, ഇപ്പം നമ്മൾക്ക് അത്രയും ട്രസ്റ്റ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ഈ 5 വിസിറ്റിലും അവർ ഈ ബെറിബെറി സക്സിഫോളിയം മാത്രം ഉപയോഗിച്ചാണ് അവർ ഫേഷ്യൽ ചെയ്യുന്നത് എങ്കിൽ പോലും നമുക്ക് വളരെ നല്ലൊരു റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക. നമുക്ക് അത് അങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളതാണ്. ഇനി ചില പേഷ്യൻസ് വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതായത് എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് പ്രായം തോന്നിക്കുന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊരു മാർക്കറ്റിംഗ് ടിപ്പും കൂടെയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇതുമാതിരി ഒരു പേപ്പർ കാണുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് എന്ത് ചെയ്യണം, നമുക്ക് നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇതുമാതിരി ഒരു പേപ്പറിൽ ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. അതിൽ എന്താ എഴുതിയിരിക്കണമെന്ന് പറഞ്ഞാല് 12 മെയിൻ റീസൺസ് വൈ വി ഏജ്, എന്തുകൊണ്ട് നമുക്ക് പ്രായം തോന്നിക്കുന്നു എന്നുള്ളതിനുള്ള 12 മെയിൻ റീസൺസ് എന്നുള്ളതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുമാതിരി കുറച്ച് സംഭവങ്ങൾ നമ്മുടെ ക്ലിനിക്കിൽ എവിടെയെങ്കിലും ഒന്ന് ഡിസ്പ്ലേയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ നമ്മൾ ഹോമിയോക്കാരെ ഒട്ടിച്ച് വെക്കുന്നത് എന്താണെന്നറിയോ, കൂടുതൽ മറ്റവർക്ക് അത്രയും ഇല്ല. നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് ആ കമ്പനി കുറച്ച് സംഭവങ്ങളുണ്ട്. അത് നമ്മൾ പനിക്ക്, ചുമയ്ക്ക്, അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ്, അതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ് ക്രീം, സെറം, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഒട്ടിച്ച് വെക്കാറുള്ളത്. അങ്ങനെയല്ല, നമ്മൾ ഇതുപോലെയുള്ളതാണ് അതായത് നമ്മൾ എന്തിലാണോ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, നമുക്ക് എന്തിലാണോ താല്പര്യം അതാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഈ 12 മെയിൻ റീസൺസ് വൈ വി ഏജ് എന്നുള്ളതിൽ 12 റീസൺസ് ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യണം. ഒന്നാമത്തത് മൈറ്റോകോൺഡ്രിയൽ ഡിസ്ഫങ്ഷൻ, രണ്ടാമത് പറയുന്നത് സെല്ലുലാർ സെനസൻസ്, മൂന്നാമത് ലോസ് ഓഫ് പ്രോട്ടിയോസ്റ്റാസിസ്, നാലാമത് ആൾട്ടേർഡ് ഇന്റർ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ, അഞ്ചാമത് ജിനോമിക് ഇൻസ്റ്റെബിലിറ്റി, ആറാമത് എപ്പിജെനറ്റിക് അൾട്രേഷൻ, ഏഴാമത് ടീലോമിയർ ഷോർട്ടനിങ്, എട്ടാമത് ഡീറെഗുലേറ്റഡ് ന്യൂട്രിയന്റ് സെൻസിങ്, ഒൻപതാമത് സ്റ്റം സെൽ എക്സ്പോഷർ, പത്താമത് ഡിസേബിൾഡ് മാക്രോ ഓട്ടോഫേജി, 11ആമത് ഇൻഫ്ലമേഷൻ, 12ആമത് മൈക്രോബയോം ഡിസ്ബയോസിസ്. ഇത് ഞാൻ പറയാൻ കാരണം, ഇങ്ങനെ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാല് ഒരു സീരിയൽ ആക്ട്രസ് എന്ന് പറഞ്ഞാല് സിനിമയിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, എന്താ പറയാ, ഒരു 50 ക്രോസ് ചെയ്ത് വളരെ ഫേമസ്. എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ കാണാൻ ടിവിയിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരു സീരിയൽ ആക്ട്രസ്. അപ്പൊ എന്റെ നാട്ടിലുള്ള ഒരു ചെറിയ രീതിയിലൊക്കെ ആക്ട് ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന പേഷ്യന്റ് ആണ്. ആ പേഷ്യന്റിന് ക്ലിനിക്കിന്റെ സെറ്റപ്പ് പോരാ, ഡോക്ടറുടെ സെറ്റപ്പ് പോരാ. ഓക്കെ, അത് എടുത്തു പറയുന്നു. അവര് ഇവിടുന്ന് പുറത്തിറങ്ങി കൊണ്ടുവന്ന ആളുടെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാല് അവരൊരു ലിപ്സ്റ്റിക് പോലും ഇട്ടിട്ടില്ല. ഓക്കെ, ഒരു ലിപ്സ്റ്റിക് പോലും ആ ഡോക്ടർ ഇട്ടിട്ടില്ല. ഞാൻ എറണാകുളത്തുനിന്ന് വന്നതാണ്, എനിക്കെന്തോ ഇവിടെ പറ്റുമെന്ന് തോന്നുന്നത്. ഓക്കെ, അല്ല, അത് അവരുടെ അവകാശമാണ്. ആ മാഡം ഇതിപ്പോ കേട്ടാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത് അവരുടെ അവകാശമാണ്. ഓക്കെ, അപ്പം പുള്ളി എന്റെ അടുത്ത് ഇങ്ങനെ അകത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അവർ പറഞ്ഞു അവർക്ക് മെഡിസിൻ എടുക്കാം എടുക്കാതിരിക്കാം. ഓക്കെ, അത് അവരുടെ ഇഷ്ടമാണ്.
അപ്പൊ ഈ പുള്ളി എന്തോ പോയി പറഞ്ഞ് കൺവിൻസ് ചെയ്തൊക്കെ ഇവര് തിരിച്ചു വന്നു. ഇവര് തിരിച്ചു വന്നിട്ട് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ 12 റീസൺസ് അതിന്റെ എനിക്ക് അറിയുന്ന തരത്തിലുള്ള എക്സ്പ്ലനേഷൻ കൂടെ കൊടുത്തു. ഈ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തതിന് ശേഷം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഒരുപാട് ഈ അഭിനയത്തിന്റെ 30 വർഷവും 40 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ പല സ്ഥലത്തും പോയിട്ടുണ്ടായിരിക്കുമല്ലോ. അതിൽ എത്ര പേര് ഇതിൽ എത്ര റീസൺസ് മാഡത്തിന് പറഞ്ഞു തന്നിട്ടുണ്ട്? ഒറ്റ ചോദ്യം, എനിക്ക് കൂടുതൽ ചോദ്യമൊന്നുമില്ല. എത്ര റീസൺസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്? അതുവരെ അപ്പൊ അവർക്ക് ലിപ്സ്റ്റിക് വേണ്ട, അവർക്ക് ഐലൈനർ വേണ്ട, അവർക്ക് ലിസ്റ്റ് ഉള്ള ക്ലിനിക്ക് വേണ്ട. അവർ വളരെ പൊളൈറ്റ് ആയിട്ട് അതിനുശേഷം ആഫ്റ്റർ ദിസ് ഒള്ളി അവർ വളരെ പൊളൈറ്റ് ആയിട്ട് ഞാൻ പറയുന്ന മുഴുവനും കേട്ടു. അവർ നമ്മളെ ട്രീറ്റ്മെന്റ് എടുത്തു. എന്നിട്ട് പേയ്മെന്റ് വന്നപ്പോഴത്തേക്കും അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ആയ ഡോക്ടർ ഇത്ര രൂപയേ ആയുള്ളൂ ഇവിടെ. ഞാൻ സാധാരണ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എനിക്ക് പാക്കേജ് ആണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ അതിന് അവര് കഴിഞ്ഞ് ഇവര് വരുന്ന സ്വാഭാവികമായിട്ടും അന്നേ വരെ മരുന്ന് വാങ്ങാൻ വരാത്ത എന്റെ കുറച്ച് അയൽക്കാരൊക്കെ പുറത്തുണ്ട്. കാര്യം ഇവരെ കാണുകയും ചെയ്യാമല്ലോ. അപ്പൊ അതില് അവരൊക്കെ പുറത്തിരിപ്പുണ്ട്, ഒരു 3-4 പേര് പുറത്തിരിപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അത് ഞാൻ എന്റെ ഹോമിയോ ഡോക്ടർ എന്നുള്ള രീതിയിൽ 100% അഭിമാനിക്കുന്നു. ഞാൻ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാല്, മാഡം പനി ചുമ ജലദോഷം പോലെ ഞങ്ങൾക്ക് ഹോമിയോക്കാർക്ക് ഇതുള്ളൂ. ഓക്കെ, കഷന്റെ ആയിട്ട് വരുന്ന ആൾക്കാരും എന്നോട് ദൂരെ നിന്ന് വരുന്ന ആൾക്കാർ പാക്കേജ് ചോദിക്കാറുണ്ട്. അവരോട് ഞാൻ പറയുന്ന മറുപടി ഇതാണ്, ഞങ്ങൾ ഹോമിയോക്കാർക്ക് പനിയും ചുമയും ജലദോഷവും പോലെയുള്ളൂ ഇതുപോലെയുള്ള അസുഖങ്ങൾ. ഓക്കെ, അപ്പൊ അത് നമുക്ക് മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ, നമ്മളിപ്പോ കൊടുക്കുന്ന ഒരു മരുന്ന് നമുക്ക് പലതരം ഉപയോഗത്തിൽ എടുക്കാൻ സാധിക്കുമല്ലോ. നമ്മൾ കുറച്ചൊന്നും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് നമ്മളൊന്ന് ഇതിനു വേണ്ടി മെനക്കെട്ട് ഈ കുറച്ച് സ്കിൽസ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ മേഖലയിൽ സൂപ്പറായിട്ട് തന്നെ വരാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ എവിടെ നോക്കിയാലും ക്യാപ്ഷൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. നമ്മൾ പറയല്ലോ, നമ്മൾ വീഡിയോസ് ഇട്ടാലും ആ ഒരു പുള്ളിങ് അല്ലെങ്കിൽ ആ ഒരു ഹൂക്ക് പോലത്തെ ആ ഒരു സെന്റൻസും ബാക്കി കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാനും ഇപ്പം ആ ഒരു ലെവലിലേക്ക് പേഷ്യൻസിനെ കൺവേ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതായത് ഇപ്പൊ നിങ്ങളെ ഏജിങ് പ്രോസസ്സ് സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു 7 ടിപ്പ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ അതില് ഒന്നാമത്തെ ടിപ്പിൽ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ അവക്കാഡോയുടെ കാര്യം പറഞ്ഞു. ഈ അവക്കാഡോ, നമ്മൾ അവക്കാഡോ കഴിക്കും എന്ന് പറയുന്നത് അതിൽ ഹെൽത്തി ഫാറ്റ് ഉണ്ട്, കരോട്ടിനോയിഡ്സ് ഉണ്ട്, അത് നമ്മളെ സ്കിൻ ടൈറ്റൻ ചെയ്യും എന്ന് നമ്മൾ പറയുമ്പോൾ ആർക്ക് അവക്കാഡോ കഴിക്കാൻ ഒരു താല്പര്യം കൂടും. അതുപോലെ ടൊമാറ്റോ, ലൈക്കോപ്പീൻ വന്നിട്ട്, ഇത് ഞാൻ ഇതിനു മുമ്പ് ഹെയർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ലൈക്കോപ്പീൻ എക്സലൻഷ്യൻ 0/3 പൊട്ടൻസി വന്നിട്ട് നമ്മുടെ ഹെയർ ലോസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല മെഡിസിൻ ആണ് അത് വന്നിട്ട്. അപ്പൊ ഇത് ആക്ച്വലി ഇത് പൊട്ടറ്റോ എന്നാണ് എടുക്കുന്നത്, സോറി ടൊമാറ്റോ എന്നാണ് എടുക്കുന്നത് ലൈക്കോപ്പീൻ. അപ്പൊ ഈ ലൈക്കോപ്പീനും വൈറ്റമിൻ സിയും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ടൊമാറ്റോയിൽ അങ്ങനെയാണ്. അപ്പൊ അത് നമ്മളെ വന്നിട്ട് ഇതില്ലേ ചുളുക്കുകളും അതുപോലെ തന്നെ സൺ ഡാമേജിന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ നമ്മളിപ്പോ നാട്രം കാർബോ അല്ലെങ്കിൽ നാട്രമൂറോ ഗ്ലോണോയിനോ ഏതെങ്കിലുമൊക്കെ ഈ വെയിൽ കൊണ്ട് വരുന്ന കംപ്ലൈന്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് എന്താണ് ലൈക്കോപ്പീൻ. ടൊമാറ്റോ നമുക്ക് അഡ്വൈസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഡാർക്ക് ചോക്ലേറ്റിന്റെ കാര്യം, ഡാർക്ക് ചോക്ലേറ്റ് വന്നിട്ടെന്ന് പറഞ്ഞാൽ അതിൽ ആന്റി ഓക്സിഡൻസിന്റെ കാര്യം നമുക്കറിയാം. ഇതും ഈ പറയുന്നത് നമ്മൾ സോക്കോൾഡ് ബ്രാൻഡ് നമ്മൾ എടുക്കുന്നതിനേക്കാളും നമ്മൾ നല്ല ഡാർക്ക് ചോക്ലേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ സണ്ണിൽ നിന്നുള്ള UV റൈസ് വന്നിട്ട് നമ്മുടെ സ്കിന്നിന് ഡയറക്റ്റ് ആയിട്ട് പതിക്കുന്നതിനും അതിനെ ഒരു ഷീൽഡ് ആയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കും. നമുക്ക് അത്യാവശ്യം ഈ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്, ചൊറി, ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവരും പോലെ നമുക്കും വരുമല്ലോ. നമ്മൾ ഒരു പീസോ അതിന്റെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇത് നമ്മൾ കഴിക്കുന്നെങ്കിൽ പോലും ഉറപ്പായിട്ടും നമുക്ക് അതിന്റെ ആ ഒരു ഇത് ഇഫക്റ്റ് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ബ്ലൂബെറി ഒക്കെ ഉണ്ട്. നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു 2000 എബോ ആണ് അതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം സ്ട്രോബെറി, ബ്ലൂബെറി, റാസ്ബെറി ഇതിന്റെയൊക്കെ ഉണങ്ങിയത് നമുക്ക് കിട്ടും. അപ്പൊ അത് വാങ്ങിയിട്ട് ഒരു 2-3 പീസ് അവരോട് എടുക്കാൻ പറഞ്ഞാൽ മതി. അവർ 1 കിലോ ഒന്നും വാങ്ങണ്ട, അവര് 100 ഗ്രാമോ 200 ഗ്രാം വാങ്ങിയാൽ മതി. അപ്പൊ 2200 രൂപയ്ക്കും 300 രൂപയ്ക്കും അവർക്ക് കിട്ടുമല്ലോ. അതും ഈ പറഞ്ഞ പോലെ 3-4 കഷ്ണം എടുത്താൽ മതി. അവിടെയും സംഭവിക്കുന്നത് ഈ അൾട്രാ വയലറ്റ് റേസിന്റെ ഡാമേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ആൽമണ്ട്സ് ഗ്രീൻ ടീ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല,
നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് അത് എങ്ങനെ അവരിലേക്ക് അത് എത്തിക്കാം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മളൊരു പ്രൊപ്പഗേഷൻ ആണ് നമ്മളുടെ ഒരു അജണ്ട എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ വന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഇപ്പം കുറെ ആസിഡ്സ് നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പോ വീഡിയോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സൺസ്ക്രീൻ, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഹോമിയോക്കാരെ സൺസ്ക്രീൻ ഉണ്ടല്ലോ, അപ്പം ഇവർ ഈ അലോപ്പതി വീഡിയോ ഒക്കെ കണ്ട് ഭയങ്കര സെറ്റപ്പിലാണ് നമ്മളടുത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മളടുത്ത് ചോദിക്കും, ഡോക്ടർ സൺസ്ക്രീൻ എങ്ങനെയാണ് ഇടേണ്ടതെന്ന് ചോദിക്കും. നിങ്ങൾ ഇട്ട് നിങ്ങൾ ക്രീമൊക്കെ ഇടുമ്പോൾ ഇട്ടോ, അങ്ങനല്ല. അപ്പൊ നമ്മൾ പറയേണ്ട എന്താന്ന് വെച്ചാൽ സൺസ്ക്രീൻ വന്നിട്ട് നിങ്ങൾ എടുക്കുക. നിങ്ങളെ സൺസ്ക്രീൻ നിങ്ങളുടെ ഈ മൂന്ന് വിരൽ അല്ലെങ്കിൽ 2 വിരൽ കണക്കാക്കി നിങ്ങൾ എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് പിന്നെ നിങ്ങൾ തേച്ച് പിടിപ്പിക്കുക. സർക്കുലർ ആയാലും ആന്റി സർക്കുലർ ആയാലും അത് അങ്ങനെ തന്നെ നമ്മളും അവരെ പോലെ തന്നെ പറയാം. ഇപ്പൊ അവരുടെ സൺസ്ക്രീൻ അല്ല ഹോമിയോപ്പതി സൺസ്ക്രീൻ ആണെന്നുള്ള ഡിഫറൻസ് അല്ലേ ഉള്ളൂ. ആക്ഷൻ ഈ പറഞ്ഞ പോലെ എന്താണോ നമ്മൾ ടാർഗറ്റഡ് ആക്ഷൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അത് സംഭവിക്കണം എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ആസിഡ്സിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പേഷ്യന്റ് എടുത്ത് നമ്മൾ നേരത്തെ വൈറ്റമിൻ എയുടെ കാര്യം പറഞ്ഞു. അപ്പൊ പ്രിക്കോസർ ആയിട്ട് റെറ്റിനോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ നേരത്തെ പറഞ്ഞ എന്താണ് ഇതിൽ ഒട്ടിച്ചു വെക്കുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ, ആ ഒട്ടിച്ചു വെക്കുന്ന കാര്യങ്ങളിൽ അത് നമുക്ക് ഒട്ടിച്ചു വെക്കാൻ പറ്റില്ല എന്ന് ചോദിക്കണം. ഇവിടെ ഞാൻ അങ്ങനെ ഒട്ടിച്ചു വെക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജ്വല്ലറിയിലും ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കാറ്റലോഗ്സ് ഉണ്ടല്ലോ, ട്രെൻഡ് മാറുമ്പോൾ നമ്മൾ മാറണം. അത് നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ചെറിയ ചെറിയ ബുക്ക്ലെറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ഏത് കാറ്റഗറിയിൽ നിന്നാണോ വരുന്നത് ആ കാറ്റഗറിക്കാർക്ക് ഉള്ള ആ ബുക്ക്ലെറ്റ് ഞാൻ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യാറ്. പിന്നെ അതിൽ തന്നെ നമുക്ക് വേറെ ഒരു ഇൻകം അതിനകത്തുണ്ട്. വേറെ ഒരു സെക്ടർ ഓഫ് ഇൻകം എന്താണെന്ന് പറഞ്ഞാൽ ചില പേഷ്യൻസ് നമ്മുടെ അടുത്ത് ഈ ബുക്ക്ലെറ്റ് അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ആ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതും ഈ പറഞ്ഞ പോലെ നമുക്കൊരു നമ്മൾ പറയല്ലേ അതൊരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഇത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ കസ്റ്റമൈസേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ NRIs ആണ് നമ്മൾക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുമാരോ ആണ് നമ്മൾക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ ചോദിക്കാം. നമുക്ക് അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ അവരുടെ ഡെയിലി റുട്ടീൻ അറിഞ്ഞിരിക്കണം. ഈ പറഞ്ഞ പോലെ അവരുടെ ഇപ്പം എന്താ പറയാ ഒരു ബേസിക് എക്സാമിനേഷൻ ആയിട്ട് LSC, RSC, ലിപിഡ് പ്രൊഫൈല്, CBC, പിന്നെ നെസസറി ഒരു ഹോർമോൺ അസേ, ഒരു അൾട്രാസൗണ്ട്, പിന്നെ TFT, ഇത്രയും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കുക. ഒരിക്കലും നമ്മൾ ഇത് ചെയ്യാതെ ഈ ബേസിക് റുട്ടീൻ എക്സാമിനേഷൻ ചെയ്യാതെ ഒരു പേഷ്യൻസിന് നമ്മൾ ഡയറ്റ് ചാർട്ട് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. പിന്നെ BP ഈ പറഞ്ഞ മാതിരി ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ, അല്ലെങ്കിൽ അവര് വേറെ എന്തെങ്കിലും ഇപ്പം എക്കോസ്പിരിൻ, വാർഫാരിൻ അങ്ങനെ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആന്റി എപ്പിലെറ്റിക്സ് അവർ എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വയാഗ്ര പോലുള്ള മെഡിസിൻസ് അവർ എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സെഡേറ്റീവ്സ് എടുക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ വളരെ എന്റെ ക്ലിനിക്കൊക്കെ ഇട്ട് തുടങ്ങിയ ആ ഒരു ആദ്യത്തെ 6 മാസം എന്ന് പറയുന്നത് അതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബുക്ക് പ്രിപ്പറേഷൻ മാത്രം, അതായത് കസ്റ്റമൈസ്ഡ് ബുക്ക് പ്രിപ്പറേഷൻ മാത്രം കൊണ്ട് എന്റെ ഒരു മാസത്തെ എക്സ്പെൻസ് എനിക്ക് അതായത് ഒരൊറ്റ തുള്ളി ഹോമിയോ മരുന്ന് പോലും അതായത് അത് കൊടുത്ത പൈസ ഇല്ലാതെ എനിക്ക് അത് വേറെ ആ പൈസ ഇല്ലാതെ തന്നെ എന്റെ പല കാര്യങ്ങളും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓവർ ദ ഇയേഴ്സ് അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യത്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുമ്പോൾ കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ഇപ്പൊ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. സമയമില്ലാത്തത് കൊണ്ട് അത് നമ്മൾ പണ്ടെപ്പോഴോ കൊടുത്തത് ഒരാൾക്ക് കൊടുത്തത് തന്നെ നമുക്ക് എടുത്ത് അടുത്ത ആൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു റീസൺ. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അതൊരു പുതിയ വേ ഓഫ് ഇൻകവും ആണ്. അപ്പൊ ഇനി നമുക്ക് റെറ്റിനോളിന്റെ കാര്യം പറയാം. സ്വീറ്റ് പൊട്ടറ്റോ, അതായത് മധുരക്കിഴങ്ങ്, അത് നമുക്ക് മുടിക്കാണെങ്കിൽ ഒരു 300 to 400 grams വരെ ഒരു മാസത്തിൽ നമ്മൾ എടുക്കുന്നത് നല്ലതാണ്. അപ്പൊ മധുരക്കിഴങ്ങ്, മാങ്ങ, ക്യാരറ്റ്, അതുപോലെ തന്നെ ചീര, അതൊക്കെ റെറ്റിനോൾ. വൈറ്റമിൻ C വരുമ്പോൾ ബെൽ പെപ്പേഴ്സ്, കിവി, സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് എടുക്കാം. കൊളാജൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓറഞ്ച്, മീന്, എഗ് വൈറ്റ്സ് ഒക്കെ എടുക്കാം. ഹൈലറോണിക് ആസിഡ് ഉണ്ട്, അതായത്
ഈ ഹൈലറോണിക് ആസിഡ്, അതുപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, ഇതൊക്കെ നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് ഈ സെറംസിലും ക്രീംസിലും ആഡ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ പരസ്യത്തിലാണ് നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത്. ഇതൊക്കെ വന്നിട്ട് നമുക്ക് ഹൈലറോണിക് ആസിഡ് അവക്കാഡോ, സോയ, റൂട്ട് വെജിറ്റബിൾസിൽ നിന്നൊക്കെ എല്ലാ റൂട്ട് വെജിറ്റബിൾസും നമുക്ക് കിട്ടും. ഗ്ലൈക്കോളിക് ആസിഡ് വന്നിട്ട് ഷുഗർ കെയിൻ, പൈനാപ്പിൾ, ബീറ്റ്സ് അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. സാലിസിലിക് ആസിഡ് വന്നിട്ട് ബെറീസ്, ബ്രോക്കോളി, അതുപോലെ തന്നെ ചീരയെന്നൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നിയാസിനാമൈഡ്, സെറാമൈഡ്സ് വന്നിട്ട് ബ്രൗൺ റൈസ്, വീറ്റ് ഗ്രാം, ഡയറി എന്നൊക്കെ നമുക്ക് കിട്ടും. നിയാസിനാമൈഡ് വന്നിട്ട് നമുക്ക് കപ്പലണ്ടിയിൽ നിന്നും മഷ്റൂമിൽ നിന്നാണ് കിട്ടുക. പിന്നെ അസ്ലൈക് ആസിഡ് ഉണ്ട്, അത് നമുക്ക് ഗ്രെയിൻസ്, കിനോവ, ഫെർമെന്റഡ് ഫുഡ്സ് എന്നൊക്കെ നമുക്ക് കിട്ടും. പിന്നെ സിങ്ക് വന്നിട്ട് നമുക്ക് സിങ്ക് ഇൻഫെർട്ടിലിറ്റിയിലും വളരെ വേണ്ടപ്പെട്ട ഒരു എസെൻഷ്യൽ സംഭവമാണ്. സിങ്ക് വന്നിട്ട് നമുക്ക് പംകിൻ സീഡ്സ്, ഡാർക്ക് ചോക്ലേറ്റ്, കാഷ്യൂസ്, സൺഫ്ലവർ സീഡ്സ് എന്നൊക്കെ നമുക്ക് കിട്ടും. പിന്നെ വൈറ്റമിൻ ഇ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഇതിനൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഓരോ കേസസ് വരുമ്പോഴും ഓരോ രീതിയിലാണ് നമ്മൾ സാധാരണഗതിയിൽ അപ്രോച്ച് ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം യൂസ്ഫുൾ ലുക്കിന് വരുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ഈ കോസ്മെറ്റോളജി റിലേറ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാരെ എങ്ങനെയെങ്കിലും ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിന്റെ അകത്താക്കാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ഹോമിയോപ്പതിക് സൈക്കോളജി ഫിലിപ്പൻ ബെയ്ലി സാറിന്റെ ബുക്കാണ്. ഇതിനകത്ത് നമ്മൾ ഈ ബുക്കിന് ഞാൻ എങ്ങനെയെങ്കിലും ഈ ബുക്കിനകത്താക്കും എന്ന് ശ്രമിക്കാറുണ്ടെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല, ഇതിൽ ഓരോ റെമഡി നമ്മൾ എടുക്കുമ്പോഴും കുറേ പേജസ് അതിനകത്തുണ്ട്. ഈ കുറേ പേജസിൽ നമ്മളുടെ ഒരാളിന്റെ ക്യാരക്ടർ, അതായത് നമ്മളിപ്പോ പറയുമല്ലോ, ആക്ച്വലി എന്താ പറയാ, ഇപ്പൊ നമ്മള് ബൈബിൾ ആണെങ്കിലും ഖുറാൻ ആണെങ്കിലും ഭഗവത്ഗീത ആണെങ്കിലും അതിൽ ഒരാൾ ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നത് വരെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഗുഡ് ഡീഡ്സ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ മാതിരി ഇതുപോലുള്ള കേസസ് വരുമ്പം ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ളത് ഈ ഒരു ബുക്കാണ്. അപ്പൊ ആ നന്ദിയും കടപ്പാടും കൊണ്ട് തന്നെ ഫിലിപ്പൻ ബെയ്ലി നമ്മൾ വായിക്കുന്നത് വളരെ നല്ലതാണ്. തുടക്കത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം, പിന്നെ വന്നിട്ട് ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ആവായിക ഉണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് ട്രാൻസ്ലേറ്ററിന്റെ സഹായം സ്വീകരിക്കാം എന്നുള്ളതേ ഉള്ളത്. കാര്യം നമ്മുടെ ഭാഷയിൽ നരേറ്റ് ചെയ്യുമ്പോഴാണ് എപ്പോഴും അത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആവുക. ഇറ്റ് ഡിപ്പെൻസ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്കത് ആ ഒരു തരത്തിലേക്ക് നമുക്ക് പോവാം. ഇതിനകത്ത് എന്താ പറയാ, മാട്രമൂറ് ടെന്നം, അല്ലെങ്കിൽ ഇഗ്നേഷ്യ ടെന്നം, സാഫിസാഗ്രിയ ടെന്നം, അല്ലെങ്കിൽ CM പൊട്ടൻസീസ് എനിക്ക് കൊടുക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് സപ്ലൈ ചെയ്ത് തന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ബുക്കാണ്. അപ്പൊ നമുക്ക് ടിപ്സ് കിട്ടുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ സീനിയേഴ്സ് എന്നെ ഒത്തിരി നമുക്ക് കിട്ടുന്ന ആ ഒരു ടിപ്സ്, പക്ഷെ അത് നമ്മൾ വീണ്ടും വീണ്ടും അത് വായിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പല ബുക്സിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് അതിനകത്ത് വന്നിട്ട് കുറച്ചും കൂടെ ഒരു ഹെൽപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എത്ര പേര് അത് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബ്രൂവേഴ്സ് ഈസ്റ്റ് 1X എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. ബ്രൂവേഴ്സ് ഈസ്റ്റ് ആണ്. അതായത് ഇത് വന്നിട്ട് നമ്മൾ ഡെയിലി ഒരു 3 months അല്ലെങ്കിൽ 6 months വന്നിട്ട് ഒരു 2 ടാബ് BD ആയിട്ടോ അല്ലെങ്കിൽ ഒരു ടാബ് വെച്ച് TDS ആയിട്ടോ നമ്മൾ കൊടുക്കുവാണെങ്കിൽ, നമ്മൾ വേറെ ഒരു മെഡിസിനും കൊടുത്തില്ല എങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായ ഒരു എന്താ പറയാ റിസൾട്ട്. അത് നമ്മൾ മെഡിസിന്റെ ക്വാളിറ്റി എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ലേഡീസ് അത് ഇത് ഒരു എന്താ പറയാ, വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറും അങ്ങനെയൊന്നുമല്ല, പക്ഷെ എനിക്കൊരു മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ എനിക്ക് ഞാനത് വീണ്ടും വീണ്ടും പഠിക്കാൻ ശ്രമിച്ചപ്പം അത് നല്ലൊരു കാര്യമാണ്. അതായത് പഴുത്ത പാക്കുണ്ടല്ലോ, ഈ പഴുത്ത പാക്ക് വന്നിട്ട് അതിന്റെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നമ്മൾ പാത്രം കഴുകുന്ന മാതിരി ആ പഴുത്ത പാക്കിന്റെ പുറമെയുള്ള എല്ലാ ഇമ്പ്യൂരിറ്റീസും നമ്മൾ കഴുകി മാറ്റിയതിന് ശേഷം അത് ഉണക്കിയെടുക്കാനല്ല, അതായത് ഉണങ്ങാൻ വെക്കുക, അതിന് ഡ്രൈ ആക്കുക, അങ്ങനെയല്ല, അതിന്റെ മേലുള്ള വെള്ളം ഒന്ന് ഉണങ്ങി വരിക എന്നുള്ളതേ ഉള്ളൂ. ഇത് ഉണങ്ങി വന്നതിന് ശേഷം ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം നന്നായിട്ട് അരിച്ചു കഴിഞ്ഞതിന് ശേഷം ലേഡീസ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ഫീമെയിൽ ഏരിയ വാഷ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു 15 days ഒരിക്കലോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ, അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ഒരു ഭാഗം ചെറുപ്പം നിലനിർത്താൻ സഹായിക്കും എന്നുള്ളത്. അത് ആയുർവേദ, അതായത്
ഇത് എനിക്കിത് അറിയുന്ന സമയം തൊട്ട് പിന്നെ അതിന്റെ ബാക്കി അന്വേഷിച്ച് പോകുമ്പോൾ പല ആയുർവേദ ബുക്സിലും അത് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്കറിയാം ഈ പ്രസവരക്ഷ എന്ന് പറഞ്ഞിട്ട് ഒരു ഏകദേശം 10ഓളം ഇലകൾ വന്നിട്ട് നമ്മളിങ്ങനെ മാവായിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിനകത്തും ഈ പറഞ്ഞ പോലെ നമ്മൾ അവലോസ് പൊടി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നമ്മളെ ഹെർബ്സ് ഉണ്ട്, ഈ ആന്റി ഏജിങ് ഹെർബ്സ് ഉണ്ട്. ആ ഇലകൾ നമ്മൾ ഇട്ട് ആ അവലോസ് പൊടി ഉണ്ടാക്കി വെച്ചാൽ അത് നമ്മൾ എടുക്കുന്നതും ഭാവിയിൽ നമ്മളെ കുട്ടികൾക്കും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പ്രായം തോന്നിക്കാത്ത തരത്തിൽ കൊടുക്കുന്ന അളവിലൊരു വ്യത്യാസം വരുത്തണം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഈ സീഡ്സും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ വെജിറ്റബിൾസും ഒക്കെ നമുക്ക് കിട്ടും. ഇത് വന്നിട്ട് ഈ പ്രോസസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇത് വന്നിട്ട് ഇതിൽ നിന്നൊക്കെ 100 ഗ്രാമോ 200 ഗ്രാമോ വീതം വാങ്ങാൻ പറയാ. എന്നിട്ട് അത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്തെടുത്തിട്ട് ഒരു ബോട്ടിലിൽ ഇട്ട് വെക്കുക. എന്നിട്ട് ഈ ഓരോ തവണ നമ്മൾ ഈ ബോട്ടിൽ എടുക്കുന്നതിന് മുന്നായിട്ട് അത് നന്നായിട്ട് ഷേക്ക് ചെയ്യാൻ പറയാ. അത് ഷേക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു പോർഷൻ പൗഡർ ആക്കിയാൽ ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല, കാരണം പല ഇൻഗ്രീഡിയൻസ് ആകുമ്പോൾ കയ്പായിരിക്കും നമുക്ക് കിട്ടുക. ഇനി പൗഡർ ആണ് അവരാക്കുന്നതെങ്കിൽ ആ പൗഡർ വന്നിട്ട് പാലിലോ ചൂടുവെള്ളത്തിലോ എന്തെങ്കിലും ജ്യൂസിലോ, ചായയിലും കാപ്പിയിലും ഗ്രീൻ ടീയിലും അല്ലാണ്ട് ഉള്ള ഏതിലെങ്കിലും നമ്മൾ വന്നിട്ട് ഇത് അവരോട് ഡെയിലി കൺസ്യൂം ചെയ്യാൻ പറയാം. അതും വളരെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടാണ് ഉള്ളത്. പിന്നെ വന്നിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലെങ്കിൽ മയാസ്മാറ്റിക് ആയിട്ട് ഉള്ള റെമഡീസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിപ്പം എല്ലാ കേസിലും നമുക്ക് അങ്ങനെ കിട്ടണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ എല്ലാ കേസും അങ്ങനെ നോക്കുന്ന അവര് ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ദയവ് ചെയ്ത് ഇത്തരം കേസസ് വരുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യാതെ ഒരു 3 months വൺസും 3 months ഒരിക്കലും നമ്മൾ ഒരു ഡോസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതല്ല നമുക്ക് അക്യൂട്ട് കേസസ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ 30 നമുക്ക് BD ആയിട്ടോ TDS ആയിട്ടോ കൊടുക്കാവുന്നതാണ്. പിന്നെ തയോസിനാമിനം ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ ആവർത്തിക്കുന്നു. ഹോമിയോപ്പതിയിലെ കോസ്മെറ്റോളജിയിൽ തയോസിനാമിനം മാറ്റി നിർത്തി നമുക്കൊരു കോസ്മെറ്റോളജി പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അയോഡം വന്നിട്ട് നമുക്കിപ്പോൾ നിറം വെക്കാനൊക്കെ വരുന്ന ആൾക്കാർ നമ്മൾക്ക് വരാറുണ്ട്. അവർക്ക് നമുക്ക് ഒരു മാസത്തിൽ 2 തവണ അയോഡം വണ്ണം റിപ്പീറ്റ് ചെയ്താൽ തന്നെ നമുക്കൊരു ഒരു 3-4 റെപ്പറ്റീഷൻ കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കളർ ചേഞ്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫുഡ്, ഏത് ഫുഡ് അവർ എടുത്താലും ഈ പറഞ്ഞ പോലെ കളർ ചേഞ്ച് അവർക്ക് വരുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് ഓഫ് കോസ്മെറ്റിക് കംപ്ലൈൻസ് ആയിട്ടോ അല്ലെങ്കിൽ ചെറുപ്പം പോയി എനിക്ക് വയസ്സായി എന്നുള്ള തരത്തിൽ നമ്മളിലേക്ക് വന്നാലും നമ്മൾ അവർക്ക് ആദ്യം സപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസത്തിന്റെ ഊർജം കൊണ്ട് അവരുടെ പ്രവർത്തന മേഖലയിൽ അവർ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ലേഡീസിന്റെ മാത്രം പ്രശ്നമൊന്നുമല്ല, മെയിൽസിലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാർ പോലും വളരെ, അതായത് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ട്, ഇന്നത്തെ ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഒരു DMA മെഷീൻ ഉണ്ട്, നമുക്ക് വെയിങ് മെഷീൻ ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളെ നാട്ടിലുള്ള ആ ഒരു ആർട്ടിസ്റ്റും ഒരു DYSPയും ഇന്നിവിടെ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് മരുന്ന് വാങ്ങാൻ വന്നത്. അപ്പം DYSP വന്നിട്ട് ആ സാറ് വന്നിട്ട് ഇതിൽ നോക്കുമ്പോൾ പുള്ളിയുടെ എല്ലാം പച്ച, അതായത് പുള്ളിയുടെ എല്ലാം നോർമലാണ്. മറ്റേ ചേട്ടൻ്റെത് വന്നിട്ട് ഒരു ബോഡി ഫാറ്റ് BMI പിന്നെ മസിൽ ടിഷ്യൂ അത് ഞാൻ റെഡിലാണ് കാണിക്കുന്നത്, അത് ടു ഹൈ എന്നാണ് കാണിക്കുന്നത്. ഈ 2 റിസൾട്ടും കണ്ടിട്ട് സത്യം പറഞ്ഞ ആ പോലീസുകാരന്റെ ഒരു ചിരി ഉണ്ടല്ലോ, അത് എനിക്കെല്ലാം പച്ച ഇവനെല്ലാം ചുമപ്പ്. ഓക്കെ, സെയിം ഡയലോഗ് ഇത്. അപ്പൊ ഞാൻ അപ്പൊ ആ പുള്ളിനോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ചിരിച്ചു പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് ഇത്ര മനോഹരമായിട്ട് ചിരിക്കാൻ സാധിക്കും എന്നുള്ളത് എനിക്ക് ഇന്നാണ് സാർ മനസ്സിലായത്. കാര്യം പറഞ്ഞാൽ അത്രയും ഇന്നസെന്റ് പുള്ളി ഈ പറഞ്ഞ പ്രമാദമായ പല കേസുകളും തെളിയിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഡൗൺ ടു എർത്ത് ആയിട്ടൊരു മനുഷ്യൻ. ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എനിക്കെല്ലാം പച്ച ഇവനെല്ലാം ചുമപ്പ്. അപ്പൊ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും അത് പക്ഷെ നമ്മൾ ഒന്ന് ചെകഞ്ഞെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ചെകഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ഇന്ന് ഞാൻ ഒരു കുറെ നാളായിട്ട് ഞാൻ പെൻഡിങ് വെച്ചിരുന്ന ഒരു കേസാണ്.
അതായത് ഉള്ളറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പെൻഡിങ് വെച്ചിരുന്ന ഒരു കേസാണ്. ഇന്ന് ഞാൻ ആ പുള്ളിനെ വാട്സപ്പ് കോളാണ് വിളിച്ചത്. വാട്സപ്പ് കോൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, സാർ ഞാൻ നോർമൽ കോൾ അല്ല വിളിച്ചത്, വാട്സപ്പ് കോളാണ് വിളിച്ചത്. ഓക്കെ, അപ്പൊ സോ യു ക്യാൻ എന്ത് വേണമെങ്കിലും പറയാം, ബിക്കോസ് വാട്സപ്പ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതായത് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ അടുത്തൊരു ട്രസ്റ്റ്, നമ്മുടെ അടുത്തൊരു വിശ്വാസം വന്നാൽ മാത്രമേ അവരെന്താണ് എന്ന് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കും. സമയം ആ ഓക്കെ, അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് മാത്രമേ നമുക്കൊരു റെമഡി കിട്ടുള്ളൂ. അതിനിപ്പോ യുവത്വം നിലനിർത്താനാണെങ്കിലും എന്ത് അസുഖത്തിനാണെങ്കിലും നമുക്ക് അങ്ങനെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ അവർ നമ്മളെ ക്ലിനിക്കിൽ വന്ന് പൊളൈറ്റ് ആയിട്ട് ഇരിക്കുന്ന വെച്ച് നമുക്ക് ഒരിക്കലും അവരുടെ മൈൻഡ് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. സോ അപ്പൊ ഇന്നത്തെ ക്ലാസ് കുറച്ച് എനർജി കുറവാണെന്ന് എനിക്ക് ഫീൽ ചെയ്യണു, ബിക്കോസ് ഓഫ് മൈ ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ ഡോക്ടറെ, നല്ല ഒന്നും പ്രശ്നമൊന്നും തോന്നിയില്ല. അന്ന് സൗണ്ടൊക്കെ തുടക്കം മുതൽ ഒടുക്കം വരെയും ഒരേ രീതിക്ക് തന്നെ നിന്നു, കുറഞ്ഞു പോയില്ല. ക്ലാസ് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. നല്ല ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഈ നമുക്ക് എല്ലാവർക്കും ഗുണപ്പെടുന്ന കാര്യം തന്നെ, പേഷ്യൻസിന് മാത്രമല്ല, യുവത്വം ഒന്ന് നിലനിന്നാൽ കൊള്ളാം എന്ന് വിചാരിക്കാത്ത ആരും തന്നെ കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും പ്രയോജനപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അവർക്ക് രോഗികളിലും സ്വയം ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കാം, ഡോക്ടർ പറഞ്ഞൊക്കെ കറക്റ്റ് ആണോ എന്ന്. അപ്പോ എല്ലാവർക്കും ഇനി നമുക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാൻ സമയമില്ല. ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സെപ്റ്റംബർ 28-ന് നമ്മുടെ 5 വർഷം വെബിനാറിന്റെ 5 വർഷം പൂർത്തിയാകുന്ന ആഘോഷമാണ്. സെപ്റ്റംബർ 28 കൊച്ചി താജ് വിവാന്തയിൽ വെച്ച് ഞങ്ങളെല്ലാം ടിക്കറ്റ് രജിസ്റ്റർ ചെയ്തു, ടിക്കറ്റ് ബുക്ക് ചെയ്തു. നിങ്ങളും എല്ലാവരും എത്രയും വേഗത്തിൽ തന്നെ നമ്മുടെ ഡെലിഗേറ്റ് ഫീ അടച്ച് രജിസ്റ്റർ ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ്. ആരും മറന്നുപോകരുത്, സെപ്റ്റംബർ 28. അപ്പൊ ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന് നന്ദി പറയുന്നതിന് വേണ്ടി, നല്ല ഒരു ക്ലാസ് എടുത്ത ഡോക്ടർക്ക് ഇനിയും ഇതിന്റെ ബാക്കി ഭാഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് ഡോക്ടർ വരണം. നല്ലൊരു ക്ലാസ് എടുത്ത ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ആരാണ്? ഡോക്ടർ ശാലിനി സത്യശീലനുണ്ട്, ഡോക്ടർ ഷഫീഖ് ഉണ്ട്. ആരെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ നന്നായിരിക്കും. ശാലിനി സത്യശീലൻ ഡോക്ടർക്ക് പറയാമോ? അല്ലെങ്കിൽ ഷഫീഖ് ഡോക്ടർ ക്ഷണിക്കാം. ഷഫീഖ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഡോക്ടർ ഷഫീഖ് ഉണ്ടോ? ഷഫീഖ് ഡോക്ടർ ഉണ്ടോ? ശാലിനി ഡോക്ടർ ഉണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. രണ്ടുപേർക്കും അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ നന്നായിരിക്കും. പ്രശോഭനൻ ഡോക്ടർ ഉണ്ട്. പ്രശോഭനൻ ഡോക്ടറെ വീഡിയോ ഓൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നമ്മുടെ ഡോക്ടർക്കുള്ള നന്ദി രേഖപ്പെടുത്താമോ? വൈകിയത് കൊണ്ട് വളരെ നീട്ടുന്നില്ല. ഡോക്ടറെ എല്ലാ ക്ലാസ്സും വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇന്നത്തെ ക്ലാസ്സും അതുപോലെ തന്നെ. ഡോക്ടറിന് ഊർജം കുറവെന്ന് തോന്നിയാലും ഞങ്ങൾക്കൊക്കെ നല്ല ഊർജമായിരുന്നു. അതുകൊണ്ട് നന്നായിരുന്നു. ഇനി അടുത്ത ക്ലാസ് ബാക്കിയുണ്ടെങ്കിൽ അത് തുടരാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ് വരെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. നല്ല ക്ലാസ് എടുത്തതിന് ഡോക്ടറിന് പ്രത്യേകിച്ച് നന്ദി. എല്ലാവർക്കും IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, വളരെ സന്തോഷം ഡോക്ടർ പ്രശോഭനൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പൊ നേരത്തെ ഓർമ്മിപ്പിച്ച പോലെ നമുക്ക് എല്ലാവരും എത്രയും പെട്ടെന്ന് 28-ാം തീയതിത്തെ പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ഡോക്ടർ ഇനിയും വരണമെന്ന് ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.